ഗൈസ്, ഇന്ന് രാവിലെ നമ്മൾ ക്ലാഷ് കോഡാണ് കളിക്കാൻ കയറിയത്. പുതിയ ഇവൻ്റൊക്കെ വന്ന സ്ഥിതിക്കൊന്ന് കളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പോൾ നമ്മൾ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ കളി നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും കളിക്കാറില്ല. കാരണം ക്ലാഷ് കോഡൊക്കെ നമ്മൾ ചുമ്മാ കളിക്കാറ്. CS ഒക്കെ നമ്മൾ നല്ലോണം ആഞ്ഞു പിടിച്ച് കളിക്കാറുള്ളൂ. പെട്ടെന്ന് അവിടെ ഉള്ളവന്മാരെയൊക്കെ ഒന്ന് ഹീസ് എടുക്കാമെന്ന് എൻ്റെ ലക്ഷ്യം. ഇവിടെ ആരോ കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ആരോ ഒരാളും കൊണ്ട്. അയ്യോ, 2 പേരാ. അയ്യോ, എടാ ബോട്ടുകളെ മാറി നിൽക്കടാ. എടാ പെട്ടെന്ന് മാറി. അയ്യോ, ഹെൽപ്പ്. പോയി. ഇവരൊക്കെ വെറും നോക്കുകളാ ഗൈസ്. അടുത്ത കളി കമ്പേക്ക് എടുത്തോളാം ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. നമ്മൾ കളി തോറ്റിരിക്കുന്നു ഗൈസ്. അടുത്ത കളി നമ്മൾ കമ്പാക്ക് എടുത്തിരിക്കും ഗൈസ്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഷോർട്ട് ഗണ്ണ് വെച്ച് കളിക്കണം. പക്ഷെ ഷോർട്ട് ഗണ്ണ് വേണ്ട. ആ ഗണ്ണ് ഞാൻ ചെറിയ ഗണ്ണെടുക്കാൻ പൈസ സേവ് ചെയ്യാനും പിന്നെ ഇത് വെച്ച് നല്ല ഡാമേജും കൊടുക്കാൻ കഴിയുന്നത്. ഞാൻ അടുത്ത കളി ഞാൻ ഹീസ് എടുക്കുന്നൊക്കെ കാര്യമായിട്ട് ഞാനിത് അത്ര സീരിയസ് ആയിട്ടൊന്നുമല്ല കളിക്കണം. എന്നാലും മാക്സിമം ഞാൻ ഹീസ് എടുക്കാൻ ശ്രമിക്കും. വാശിക്ക് കളിച്ചാൽ നമ്മൾ ഹീസൊക്കെ എടുക്കും. എന്നാലും നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് കളിക്കുന്നത്. ഗൈസ്, എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഗൈസ്, നമ്മൾ ഫസ്റ്റ് നോക്കെടുത്ത് കഴിഞ്ഞു. നമ്മൾ മെഡടിക്കുന്ന സമയം കൊണ്ട് നമ്മൾ കൊല്ലാൻ വരുമെന്നാണ് നമ്മൾ അവിടെ ഉള്ളവനെ കൊല്ലാൻ നോക്കിയാൽ ആ ബോട്ട് നമ്മളെ കൊല്ലാൻ നോക്കാം. അങ്ങനെ നമുക്കൊരു കിട്ടി ഗൈസ്. ബാക്കിൽ ആരുമില്ലാത്ത സ്ഥിതിക്ക് വട്ടം ഇറങ്ങി പോകുന്നതാണ് കണ്ടത് ഗൈസ്. ഈ വഴി കയറി ചെന്നാൽ അടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും സാരില്ല, അവന്മാർക്ക് വേറെ ബോട്ടല്ലേ. നമുക്ക് പരമാവധി പറ്റുന്ന രീതിയിൽ കൂട്ടുകാരുടെ അടുത്ത് നമ്മൾ പോയിസം നടത്താറുള്ളത്. കണ്ടാൽ വലിയ പ്ലെയറാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇതൊക്കെ കളി അത്രയും സീരിയസ് ആയിട്ട് കളിക്കുന്നില്ല. നമ്മുടെ അടുത്തൊരു CS-ൻ്റെ വീഡിയോ ഉണ്ട് ഗൈസ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അതിന് നമ്മുടെ അടുത്ത റൗണ്ട് 2 റൗണ്ട് വിട്ടു കൊടുത്ത് അല്ല തോറ്റ് കൊടുത്തില്ല. നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടാണ്. ചിലപ്പോൾ നമ്മൾ ഈ കളിയിൽ ഒരു ഹേസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ശരി, ഞാൻ ഹേസ് എടുക്കുന്ന ഉറപ്പുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ കളി നമ്മൾ എല്ലാവരും ഹേസ് എടുക്കും, ഉറപ്പ് തന്നെ ഗൈസ്. ഞാൻ ഗണ്ണൊക്കെ ചേഞ്ച് ചെയ്തു, പാരഫിലാക്കി. ഈ കളി നമ്മൾ ഹേസ് എടുക്കും. 4 ഗ്രൂപ്പുകളും പിന്നെ 2 എബിലിറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, നമ്മൾ എന്തായാലും ഈ കളി ഹേസ് എടുത്തിരിക്കും, ഉറപ്പ്. ഹേസ് എടുത്തില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട, അൺസബ്സ്ക്രൈബ് ചെയ്ത്. ഹേസ് എടുത്താൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിച്ചിട്ട് പോകണം. നമ്മൾ മാക്സിമം ഡാമേജ് കൊടുത്തൊരുത്തന്നെ നോക്കാക്കി അങ്ങനെ ഫിനിഷ് ചെയ്ത് വേറെ നമുക്ക് ഡാമേജ് തന്നു. ബെഡും കാര്യങ്ങളൊക്കെ അടിക്കാൻ നോക്കി, പക്ഷെ വേണ്ട, ഇത്തിരി ഡാമേജ് കിട്ടിയുള്ളൂ. നമ്മൾ ബാക്കിൽ കൂടെ പോയി കുത്താനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ ബോട്ടാണല്ല. ഞാൻ CS മാത്രമേ സീരിയസ് ആയിട്ട് കളിക്കാറുള്ളൂ. CS-ഉം VR ഒക്കെ കാര്യങ്ങൾ റാങ്കഡ് ആയതുകൊണ്ട് സീരിയസ് ആയിട്ട് കളിക്കുന്നുണ്ട്. ഗൈസ്, ഇവനെ കൂടെ നോക്കാക്കി ഒരാളും കൂടെ പിന്നെ ഉള്ളൂ. നമുക്ക് കേസ് എടുക്കാനുള്ള വഴിയുണ്ട് ഗൈസ്. പറഞ്ഞ പോലെ ഞാൻ ഈ ചാലഞ്ച് ജയിക്കുകയാണ്. ഇവനെ കൂടെ ഗൈസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു, നിങ്ങളുടെ വാക്ക് പാലിക്കണം. കേസ് അടുത്ത റൗണ്ട് കേസ് എടുക്കുമെന്ന് പറഞ്ഞു എടുത്തു. മാക്സിമം എല്ലാം സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഈ കളി എത്ര ഇതായിട്ടല്ല കളിക്കുന്നത്, എന്നാലും മാക്സിമം എല്ലാം സപ്പോർട്ട് ചെയ്യണം. അടുത്ത CS-ൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരും. നമ്മൾ മാക്സിമം എല്ലാ കളിയും ജയിക്കാനാണ് നോക്കുന്നത്, പ്രത്യേകിച്ച് റാങ്കിഡ്. CS ആണ് നമുക്ക് മെയിൻ ഗൈസ്. CS-ഉം VR-ഉം. നമ്മൾ VR ഒത്തിരി കളിക്കാറില്ല. VR വല്ലപ്പോഴൊക്കെ റാങ്ക് പുഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗൈസ്
ഈ കളി എനിക്ക് ഈ സ്ഥലം അത്ര ആവശ്യമില്ല ഗൈസ്. എന്നാലും ഇവരെ കിട്ടി ബാക്കിൽ നിന്ന് കിട്ടി. അവനെന്നെ കണ്ടില്ല, ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഗൈസ്. ഓക്കെ 1v2 സാഹചര്യമാണ് ഗൈസ്. എൻ്റെ നെറ്റ് ചെറുതായിട്ട് ലോ ആണ്, സാരമില്ല ഗൈസ്. ഞാൻ ടീംമേറ്റൊന്നും ആയിട്ടല്ല കളിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക് സോളോ ആയിട്ടാണ് കയറിയത്. നമ്മുടെ അറിയാവുന്ന ആരും അല്ല അത്, വെറും ബോക്സ് ഒന്നുമില്ല. നോക്കായി ഒരുത്തനും കൂടെ ഉള്ളൂ, അത് നോക്കായ നമ്മൾ തോറ്റു പോകും. ഓക്കെ ഗൈസ്, ഓ നമ്മളെ നമ്മളെ കൊന്നു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കളി തോറ്റു. ഇല്ല, എനിക്ക് തോന്നുന്നില്ല തോറ്റു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഞാൻ ഏറ്റവും കൂടുതൽ MB40 നടക്കുന്നത്. കാരണം MB40 എനിക്ക് ഞാൻ കളിച്ച നൂവായിരുന്നപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ഞാൻ MB40 നല്ലോണം കളിക്കും. നൂവ് കാരണം MB40 നല്ലോണം കുത്തിപ്പിടിക്കാൻ പറ്റില്ല, അതായിരിക്കും വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത്രയും മോട്ടോടുന്നതാണ്. ഞാൻ ചെറിയ ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഗൈസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി വീഡിയോ ഒക്കെ ഇടുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, ഫ്രീ ഫയർ കളിക്കാൻ ഫ്രണ്ട്സിന്. ഓക്കെ, എന്തെങ്കിലും ചാലഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ മാക്സിമം അത് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നോക്കാം. സാമാരൊക്കെ ഇങ്ങോട്ട് വന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഡാൻസ് കളിക്കാം. നമ്മൾ ക്യാമ്പ് ഫയറിന് മുമ്പിൽ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. ഓക്കെ, സൂം തന്നെയുണ്ട്, നമ്മൾ കളിക്കാൻ തുടങ്ങി. വേറെ ഈ കളി തോക്കാൻ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ടീം അവന്മാർ 4-1v4v3 ഫോക്കസ് നോക്കുക, ചിലപ്പോൾ ജയിക്കാർക്കിട്ടെ. അവനെ കൂടെ ഞാൻ നോക്കാക്കിയിരിക്കും. നോക്കാക്കിയാൽ ഞാൻ ലൈക്ക് അടിക്കണം. അവനെന്തായാലും ഞാൻ നോക്കാക്കിയിരിക്കും. ഓക്കെ, ലൈക്ക് അടിക്കണം കേട്ടോ ഗൈസ്. ഇത് ബോട്ട് പ്ലെയറാണ് ഗൈസ്. നമ്മൾ തോറ്റു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ തോറ്റു, അങ്ങനെ നമ്മൾ ക്ലാഷ് മോഡും കാര്യങ്ങളൊക്കെ തോറ്റു കഴിഞ്ഞു. ഇതൊരു ചാലഞ്ചൊന്നും അല്ലായിരുന്നു, എന്നാലും നമ്മൾ തോറ്റു. ഓക്കെ, ടാറ്റ ബൈ ബൈ, അടുത്ത വീഡിയോ.